കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം നൽകിയ വലിയ അവസരത്തിനായി നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു വലിയ വിശ്വാസം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടത് എന്തെന്നാൽ റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഹല്ലേലൂയ ആ വാക്യം നിർത്തുന്നത്. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. ദൈവമാണ് ഹല്ലേലൂയ, അല്ലെങ്കിൽ പിതാവാം ദൈവം ഹല്ലേലൂയ നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് വിഷയത്തിനകത്തും ഹല്ലേലൂയ ദൈവം മറുപടി തരുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന് നമ്മളോട് കരുണയാണ്, സ്നേഹമാണ്, വാത്സല്യമാണ്, ദയയാണ്, ക്ഷമയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഹല്ലേലൂയ ഒരു ബോധ്യം തരുന്ന ഒരു വാക്യമാണിത്. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ഹല്ലേലൂയ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. പിതാവിനോട് ഹല്ലേലൂയ നാം ചോദിക്കുമ്പോൾ ഹല്ലേലൂയ, പിതാവേ അല്ലെങ്കിൽ ദൈവമേ, നിനക്ക് എന്താണ് ഏറ്റവും വലുത് എന്ന് ചോദിച്ചാൽ പിതാവ് പറയും ഹല്ലേലൂയ, തൻ്റെ പുത്രനേക്കാൾ വലുത് എനിക്കൊന്നുമില്ല. ഹല്ലേലൂയ. സർവ്വലോകവും ഹല്ലേലൂയ സ്വർഗീയമായതും എല്ലാം ആത്മീയമായതെല്ലാം ഹല്ലേലൂയ ദൈവത്തിന് സ്വന്തമാണ്. ഹല്ലേലൂയ. തന്നിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണ് സകലതും. ഹല്ലേലൂയ. എന്നാൽ ഇതിനെയൊക്കെ മേൽത്തരമായിട്ട് ഹല്ലേലൂയ താൻ സ്നേഹിക്കുന്നത് എന്തിനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ പിതാവാം ദൈവം നമ്മളോട് പറയും ഹല്ലേലൂയ, എൻ്റെ ഏകജാതനായ പുത്രനെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ അരുവനാഥനെയാണ്. ഹല്ലേലൂയ. എന്നാൽ ആ പുത്രനെ, ആ സ്വന്തം പുത്രനെ ആദരിക്കാതെ ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ വിഷയങ്ങളും ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ യാചിക്കുന്നതുമായ ആ പിതാവിനോട് അപേക്ഷിക്കുന്നതുമായ ഏത് പ്രാർത്ഥനകളും ഹല്ലേലൂയ പിതാവിന് പുത്രനേക്കാൾ വലുതല്ല. ഹല്ലേലൂയ. എന്നാൽ ഏറ്റവും നല്ലത് ഹല്ലേലൂയ തൻ്റെ മടിയിലിരിക്കുന്ന പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവത്തിനോട് നമ്മളോട് ഹല്ലേലൂയ ആ ദൈവ സ്നേഹം തികഞ്ഞിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അതിനേക്കാൾ വലുതൊന്നുമല്ല ഹല്ലേലൂയ നാം ദൈവത്തോട് ചോദിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഹല്ലേലൂയ ആ പുത്രന് തുല്യമല്ല. ആമേൻ. ഹല്ലേലൂയ. എല്ലാം ആ പുത്രനേക്കാൾ വലുതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിലില്ല. ഹല്ലേലൂയ. എന്നാൽ ഏറ്റവും മേൽത്തരമായത് ഹല്ലേലൂയ തൻ്റെ മടിയിലിരിക്കുന്ന ഹല്ലേലൂയ ആ ഏകജാതനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. ഈ ഒരു ദിവ്യമായ സ്നേഹം, ഈ ഒരു പരിശുദ്ധമായ ആ ഒരു സ്നേഹത്തിൽ നിന്ന് നിറഞ്ഞുകൊണ്ട് വേണം, ഈ ഒരു കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് വേണം, ഈ ഒരു ധൈര്യത്തിൽ നിന്നുകൊണ്ട് വേണം, ഈ ഒരു ഉറപ്പിൽ നിന്നുകൊണ്ട് വേണം ഹല്ലേലൂയ ആ പിതാവാം ദൈവത്തോട് നാം പ്രാർത്ഥിക്കേണ്ടതും ചോദിക്കേണ്ടതും. ഹല്ലേലൂയ. അടുത്ത വാക്യം ഹല്ലേലൂയ ശ്രദ്ധിച്ചാട്ടെ. അതിൻ്റെ 32-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? ഹല്ലേലൂയ. നീതീകരിക്കുന്നവൻ ദൈവം. ഹല്ലേലൂയ. ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷാപാതം കഴിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആ നിറഞ്ഞ ആ ദൈവികമായ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ എബ്രായ ലേഖനകാരൻ പറയുന്നു ഹല്ലേലൂയ മനുഷ്യൻ്റെ എല്ലാ പരീക്ഷകളും ഹല്ലേലൂയ ഒരു മനുഷ്യന് ഹല്ലേലൂയ ഭവിക്കുവാൻ കഴിയുന്ന എല്ലാ വേദനകളും നിന്ദകളും ഹല്ലേലൂയ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ സ്വയം തിരിച്ചറിഞ്ഞ
ഹല്ലേലൂയ ആ ഏകജാതൻ, ആ പുത്രനാമ ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, ആ ദൈവം ഹല്ലേലൂയ എല്ലാ പരീക്ഷയിലൂടെയും കടന്നു പോയതുകൊണ്ട്, ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ നിന്ദയിലൂടെയും പരിഹാസത്തിലൂടെയും ഹല്ലേലൂയ താൻ സ്വയം അത് അനുഭവിച്ചതുകൊണ്ട് ഹല്ലേലൂയ അനുഭവിക്കുന്നവർക്ക് ഹല്ലേലൂയ അവൻ കരുണ കാണിക്കാൻ മനസ്സുള്ളൊരു ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനേക്കാൾ വലിയ ഒരു ഉദാഹരണം ഹല്ലേലൂയ, ഹല്ലേലൂയ, പിതാവ് നമുക്ക് തരാനില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, പുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ സ്തംഭനം ഹല്ലേലൂയ മനസ്സിലാക്കി. ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന ഏതെല്ലാം സാഹചര്യത്തിലൂടെ ഒരുവൻ കടന്നു പോകുന്നു, ഹല്ലേലൂയ, അവൻ അനുഭവിക്കുന്ന വേദന എന്ത്, അവൻ അനുഭവിക്കുന്ന നെടുവീർപ്പ് എന്ത്, ഹല്ലേലൂയ, അവൻ എന്തിനെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്നെല്ലാം തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് ഹല്ലേലൂയ അനുഭവിച്ചറിഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ ഒരു വ്യക്തിത്വമാണ് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയത്. ഹല്ലേലൂയ, അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ ആ മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ ഹൃദയം തുറന്ന് നമുക്ക് വേണ്ടി ആ ദൈവം പിതാവിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ കരം ഹല്ലേലൂയ ഇന്നും പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ഉറപ്പിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, സകലതും ദൈവം അറിയുന്നു. ഹല്ലേലൂയ, എന്നെ കുറ്റം വിധിക്കുന്നവൻ ഹല്ലേലൂയ, ഹല്ലേലൂയ ആര്, ഹല്ലേലൂയ, മനുഷ്യൻ കുറ്റം വിധിക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ ദൈവം, നമ്മുടെ പിതാവാം ദൈവം നമ്മെ ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്നുള്ള ആ യാഥാർത്ഥികമായ ആ ഒരു സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ, ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ ആ വാക്യം വീണ്ടും നിങ്ങളോട് പറയുകയാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ഹല്ലേലൂയ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ, ഈ ഒരു ചോദ്യത്തെ ഹല്ലേലൂയ ആസ്പദമാക്കി വേണം, ഹല്ലേലൂയ ഈ ഒരു കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് വേണം, ഈ ഒരു ധൈര്യത്തിൽ നിന്നുകൊണ്ട് വേണം, ഈ ഒരു ഉറപ്പിൽ നിന്നുകൊണ്ട് വേണം ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളും ഹല്ലേലൂയ തൻ്റെ മടിയിലിരിക്കുന്ന പുത്രനേക്കാൾ വലുതല്ല. ഹല്ലേലൂയ, നാം അപേക്ഷിക്കാതെ, നാം ചോദിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവാൻ ഹല്ലേലൂയ ഒരു മനസ്സലിവുള്ള, ഒരു കരുണയുള്ള പിതാവിനോടാണ് ഹല്ലേലൂയ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് നിശ്ചയമായും ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ, പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പുത്രനേക്കാളും വലുതല്ല. ഹല്ലേലൂയ, ഈ ബോധ്യം ഹല്ലേലൂയ എല്ലാ ദൈവമക്കളിലും ഉണ്ടായിരിക്കട്ടെ. ഈ വിശ്വാസം, ഈ കോൺഫിഡൻസ് നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ എന്ന് ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ദൈവം നിങ്ങളെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.